നേരിന്റെ കനലുകാക്കാൻ ചിരട്ട തെരുവ് നാടകവുമായി ഒരു സംഘം കലാകാരന്മാർ. പ്രകാശൻ കരിവള്ളൂർ എഴുതിയ നാടകം സംവിധാനം ചെയ്തത് ഉദിനൂർ മുരളിയാണ്. നാടിന്റെ പൊതുബോധം സ്വർണ്ണവിലയെയും സ്വർണ്ണമോഷണത്തെയും കുറിച്ച് മാത്രം ഉത്കണ്ഠപ്പെടുമ്പോൾ ചിരട്ടയ്ക്ക് വില കൂടിയത് ഓർമ്മപ്പെടുത്തുകയാണ് ചിരട്ട എന്ന തെരുവ് നാടകം. സമ്പന്നരുടെ ആവശ്യങ്ങൾ പ്രധാനമായും കാണുന്ന മുഖ്യധാരാ സമൂഹത്തിന്റെ മനോഭാവം, സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ മിക്കവാറും അവഗണിക്കപ്പെടുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലയൊന്നും ഇപ്പോൾ ചർച്ചാ വിഷയമല്ല. ഒരു പവൻ പോലും സ്വന്തമായിട്ടില്ലാത്തവർക്കും പവന് 1,00,000 ഉത്കണ്ഠയാണ്. ഈ സന്ദർഭത്തിലാണ് കൽപ്പന എന്ന വീട്ടമ്മ ചിരട്ടയെ പ്രതീകമാക്കിക്കൊണ്ട് അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അധ്വാനിച്ചു കിട്ടുന്ന പണം മുഴുവൻ മദ്യപിച്ചു തീർക്കുന്ന അപകടകരമായ തൊഴിൽ സംസ്കാരവും നാടകത്തിന് പശ്ചാത്തലമാകുന്നു. കണ്ണൂർ നാടകശാലയാണ് ചിരട്ട പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ സമൂഹം ഈ സമ്പന്ന ആൾക്കാരുടെ ജീവിതത്തെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് പൊതുവെ ചർച്ച ചെയ്യുക. സ്വർണം കാണാണ്ടായി, സ്വർണത്തിന് വില കൂടി, ഇതൊക്കെയാണ് നാട്ടുകാർ വിഷയമാക്കുന്നത്. ഒരു സാധാരണക്കാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് പത്രത്തിൽ പഞ്ചസാരക്ക് വില കൂടി, വെളിച്ചെണ്ണയ്ക്ക് വില കൂടി എന്നൊക്കെ ഇപ്പോൾ നമുക്ക് വാർത്തകൾ ഉണ്ടാവാറില്ല. ജനങ്ങൾ അടിസ്ഥാനപരമായി നേരിടുന്ന പ്രശ്നങ്ങൾ മറന്ന് വലിയ വലിയ കാര്യങ്ങൾ, ആഡംബര ലോകത്തിലൊക്കെ പ്രശ്നങ്ങളാണ് സാധാരണക്കാരെന്ന് ചർച്ച ചെയ്യുന്നത്. സ്വർണ്ണത്തിന് മാത്രമല്ല ചിരട്ടക്കും വില കൂടുന്നുണ്ട്. അതിനൊരു പ്രതീകാത്മകമായി എടുത്തിട്ട് കേരളത്തിലെ ചില സാമൂഹിക നന്മകൾ അത് അവഗണിക്കപ്പെടേണ്ടതല്ല, വലിച്ചെറിയപ്പെടേണ്ടതല്ല, കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നുള്ളൊരു ആശയമാണ് ഈ നാടകത്തിലൂടെ നമ്മൾ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. സമകാലീന പ്രസക്തമായ വിമർശനങ്ങൾ നിരന്തരം ഉന്നയിച്ച് ശ്രദ്ധേയനായ നാടകകൃത്ത് പ്രകാശൻ കരിവള്ളൂരിൻ്റെതാണ് രചന. പ്രൊഫഷണൽ നാടകവേദികളിലടക്കം വ്യക്തിമുദ്ര പതിപ്പിച്ച സംവിധായകൻ ഉദിനൂർ മുരളി അരങ്ങിലും തെരുവിലും അവതരിപ്പിക്കാൻ പാകത്തിലാണ് ചിരട്ട അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സ്വപ്ന, ബാബു കിഷോർ, റെഡ് വിനോദ്, അനീഷ്, സന്തോഷ്, മധു, കുഞ്ഞികൃഷ്ണൻ എന്നിവരാണ് അഭിനേതാക്കൾ. രംഗസജ്ജീകരണം ഭാസി വർണ്ണലയവും പശ്ചാത്തല സംഗീതം മനു പയ്യന്നൂരും നിർവഹിച്ചിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.